ബിരിയാണി ഉണ്ടാക്കാം. ബിരിയാണി ഉണ്ടാക്കാം. കഴിക്കോ? കഴിക്കോ? എത്ര പീസ് കഴിക്കും ചിക്കൻ? എത്ര പീസ് കഴിക്കും ചിക്കൻ? പറ. അത്ര കഴിക്കോ? എൻ്റെ അമ്മേ. നൈനു എന്താ ചെയ്യണേ? വാ മേലെ സഹായിക്കുക. ഓടിയോ ഓടിയോ ഓടിയോ. ഇത് ചിക്കൻ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട്. ചിക്കൻ കുറച്ചെടുത്ത് ഫ്രൈ ആക്കാനാണ് വിചാരിച്ചു. ബിസ്ക്കറ്റൊന്നും വേണ്ട അല്ലേ? ബിസ്ക്കറ്റൊന്നും താല്പര്യമില്ല ഞങ്ങൾക്ക്. എനിക്കല്ല കടിക്ക്. എന്താണു നിക്ക അമ്മ ഇത് ഉണ്ടാക്കട്ടെ. കഴിക്കണ്ടേ? പാപ്പം കഴിക്കണ്ടേ? നമ്മള് കുക്കർ ബിരിയാണി. അപ്പൊ നമ്മളത് കുക്കർ റെഡിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം. ഇവിടെ നെയ്യ് അധികം ആർക്കും അങ്ങനെ അത്ര ഇഷ്ടമല്ല. കുറച്ച് ഒഴിക്കുന്നുള്ളൂ പേരിന്. ബിരിയാണി ആയതുകൊണ്ട് നെയ്യ് ഒഴിക്കണമല്ലോ. അങ്ങനെ കുറച്ച് ഒഴിക്കാം. ബാക്കി നമുക്ക് അതെ ചിക്കനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ഇത് ഞാൻ കുറച്ച് മറ്റേ ഉള്ളി വറുത്തെടുത്ത എണ്ണയാണ്. അതൊന്നും കാണിക്കുന്നില്ല കാര്യം. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കുറച്ച് വെച്ചിട്ടുള്ളൂ. നമ്മൾ കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ. ഇനി എണ്ണ എടുക്കാം. ഒഴിച്ച് ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും പട്ട, ബേ ലീഫ്, ഗ്രാമ്പു ഒക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ ആദ്യമായിട്ടാണ് കുക്കർ ബിരിയാണി ഉണ്ടാക്കാം. എങ്ങനെ വരുന്നുള്ളത് അറിയത്തില്ല. കുക്കർ ബിരിയാണി എന്താകും എന്നുള്ളത് നമുക്ക് അവസാനം കാണാം. വേണ്ട, അത് ഒരുപാടായി കഴിഞ്ഞാൽ കൊള്ളത്തില്ല. ഞാനൊരു 2 ഗ്ലാസ് അരിയാണ് എടുത്തേക്കണേ കേട്ടോ. അപ്പം കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളൂ. അത് ഞാൻ കഴുകി ഒന്ന് കുത്തി വെച്ചേക്കണേന്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ സവാള ഇട്ട് കൊടുക്കാം. സാധാരണ ഞാൻ മറ്റേ നമ്മുടെ സാധാരണ ദം ബിരിയാണി ഇല്ല അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കുക്കർ ബിരിയാണി കുറേ നാളായി ഇങ്ങനെ വിചാരിക്കുന്നു ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്ന്. എളുപ്പപ്പണിയാണ്. എല്ലാം കൂടി അങ്ങോട്ട് അത്യാവശ്യം മറ്റേതെന്ന് ഇനിയിപ്പോൾ മറ്റേ ബിരിയാണി ആവോ ഇറച്ചിച്ചോറാവോ എന്നുള്ളത് നമുക്ക് കാര്യം സാധാരണ നമ്മൾ ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണ് ബിരിയാണി മറ്റേ ഞാനിവിടെ ഉണ്ടാക്കുമ്പോൾ ചിക്കനൊക്കെ വറുത്തിട്ടൊക്കെ എടുക്കുന്നത് കേട്ടോ. ഇത് അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് ഒരു പുഴുങ്ങിയ ടൈപ്പായിരിക്കും. ഇത് ജസ്റ്റ് ഞാൻ ചിക്കൻ കുറേ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ച് പരട്ടി വെച്ചേക്കണാണ് നാളെ ഫ്രൈ അടിക്കാൻ. കൈ ഒരുപാട് നമുക്ക് നല്ലപോലെ സോസ് ചെയ്തെടുക്കാം. പിന്നെ ഇവിടെ ഞാനേ ചിക്കൻ ഇച്ചിരി തൈരും ഇച്ചിരി മഞ്ഞൾപ്പൊടി ഒരു പൊട്ടിക്ക് മുളക് പൊടി, അങ്ങനെ ഒരുപാട് മുളക് പൊടി ഇട്ടിട്ടില്ല. പിന്നെ ഇച്ചിരി ഗരം മസാലയും പിന്നെ ഒരു ഇച്ചിരി മല്ലിയെല്ലാം കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കാണ്. എന്നിട്ട് നമുക്കത് ചിക്കൻ നമ്മുടെ ഗ്രേവിയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ചിക്കൻ നമ്മുടെ നല്ലപോലെ വഴങ്ങുന്ന ഉള്ളിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വരണം. ഇത് മാത്രമാണ് നമ്മുടെ ആ ഒരു ബിരിയാണി നല്ല സെറ്റായിട്ട് ഇരിക്കുന്നത്. സവാള നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി അടുത്തത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. ഞാൻ ഓൾറെഡി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ആദ്യം ഇട്ടിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മുടെ പേസ്റ്റ് ഇച്ചിരി ഉള്ളൂ. അപ്പോൾ ഒരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് നമ്മൾ സാധാരണ ഇഞ്ചി വെളുത്തുള്ളിയും ജസ്റ്റ് ഒന്ന് കുഞ്ഞിതാക്കി അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കും. അതാ ഇതിൻ്റെ നല്ലപോലെ ആ പച്ചമുളക് മാറട്ടെ. ഈ നമുക്ക് പച്ചമുളകുണ്ട്. പച്ചമുളക് സാധാരണ അങ്ങനെ ബിരിയാണിയിൽ അങ്ങനെ വലുതായിട്ട് അങ്ങനെ മിക്ക ആൾക്കാർ നല്ല ഇതായിട്ട് ഇടാറ്. മീൻസ് ക്രഷ് ചെയ്തിട്ടൊക്കെയാണ് ഇടാറ്. ഞാൻ ജസ്റ്റ്
ഭംഗിക്ക് ഇങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഇച്ചിരി കുറച്ച് വെക്കാം. അടിക്ക് വയ്ക്കും. ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. 2 തക്കാളിയാണ് ഞാൻ എടുത്തേക്കണേ. സവാള ഒരു 4 എടുത്തിട്ടുണ്ട്. 2 മതിയാ? ആ മതി. നമ്മൾ തൈര് ഒഴിക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഒരുപാട് പുളിയായി പോയി കഴിഞ്ഞാൽ കുളമാകും. തക്കാളി നല്ലപോലെ ഉടഞ്ഞ് നല്ല കുഴമ്പ് രൂപത്തിൽ ആവണം. അതേ നമ്മുടെ തക്കാളിയൊക്കെ നല്ല വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാലാസ് ചേർക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, നമ്മൾ ഓൾറെഡി ചിക്കനിൽ കുറച്ച് ഇട്ടിട്ടുണ്ട്, കുറച്ച് പൊടിക്കൊടി. പിന്നെ ഞാൻ ഒരു കൈ കണക്കാണ്. ഒരു അര ടേബിൾ സ്പൂൺ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. മുളക് പൊടി ഇപ്പം ബിരിയാണിയിൽ അധികം എരിവ് ഉണ്ടാവാറില്ല. അതും ഈ പറഞ്ഞ പോലെ അര ടേബിൾ സ്പൂൺ, ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂൺ. പിന്നെ ചിക്കൻ മസാല കുറച്ചിടാം. ചിക്കൻ മസാല നല്ലപോലെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇളക്കി കൊടുക്കാം. ഇനി വേണമെങ്കിൽ ഞാനിവിടെ ജസ്റ്റ് ഗരം മസാലയും കൂടി ഇടുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ചിക്കൻ മസാല ഇട്ട് കഴിഞ്ഞാൽ ഗരം മസാല ഇടണ്ട. ഞാൻ പക്ഷെ ഒരു ഫ്ലേവറിന് വേണ്ടി ഒരു പൊടിക്കിടുന്നുണ്ട്. എന്നാലാണ് ഒരു ചിക്കൻ മസാലയ്ക്കും ഗരം മസാലയ്ക്കും വ്യത്യാസങ്ങളുണ്ട്. ചെറുതായിട്ടൊരു വലിയ എന്താ പറയുക, ഈ ചിക്കൻ മസാലയ്ക്ക് വേറൊരു ടേസ്റ്റാണ്. എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. നല്ലപോലെ അടിതട്ടി ഇളക്കാം. ഇനി ഇത് ഓപ്ഷനാണ് കേട്ടോ. ചിലവർ ബിരിയാണിയിൽ മല്ലിപ്പൊടി ചേർക്കാറുണ്ട്. നമ്മൾ ചേർക്കാം ഇന്ന് കുറച്ച്. സാധാരണ ഞങ്ങൾ ചേർക്കാറില്ല. ഒരു പൊടിക്ക് കേട്ടോ, ഒരു അര ടീസ്പൂൺ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത്ര ചേർത്താൽ മതി. ഒരു ജസ്റ്റ് ഒരു ഇതിന് ഇച്ചിരി ചേർക്കണുള്ളൂ. സാധാരണ നമ്മൾ ചിക്കൻ കറിയിലൊക്കെയാണല്ലോ മല്ലിപ്പൊടി ഇടുക. ബിരിയാണിയിൽ അങ്ങനെ മല്ലിപ്പൊടി ഇടാറില്ല. ഞാൻ പിന്നെ ഒരു ഇച്ചിരി ഇട്ടിട്ടുണ്ട്. മസാലയൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഇടാം. അപ്പോൾ ചിക്കൻ നോക്കിയേ പനി ഇരുന്നിട്ട് കുറച്ച് വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. അപ്പാടെ അങ്ങ് ഇടുക കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇടുമ്പോഴത്തേക്കൊന്ന് മിക്സ് ചെയ്തിടുക. മിക്സ് ചെയ്ത് നല്ലപോലെ കാരണം എന്തോരം വെള്ളം നോക്കി തനിയെ ചിക്കനിൽ ഇറങ്ങിയതാണ്. ഇനി നമുക്കത് ഇട്ട് കൊടുക്കാം. ആ വെള്ളം കൂടി അങ്ങ് ചെല്ലുമ്പോഴാണ് ചിക്കൻ്റെ എല്ലാ ചിക്കനും ഇട്ട് കൊടുക്കാം കേട്ടോ. തൈര് ഇടുന്നത് സോഫ്റ്റ് ആവാനാണ്. ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിട്ടാ. ചിക്കൻ നല്ല സോഫ്റ്റാണ്. നമ്മൾ വറുത്തുണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഇടണമെന്നില്ല. ഇനി ബാക്കി കുറച്ച് വെള്ളം ഉണ്ടെന്ന് ചോദിച്ചോളൂ. ഇത് നല്ലപോലെ മിക്സ് ചെയ്യാം. നല്ലപോലെ മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കാം. അല്ലെങ്കിൽ നമ്മൾ റൈസ് ഇടുമ്പോഴത്തേക്കും അത് ഇങ്ങനെ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചിക്കൻ ഒന്ന് പകുതി വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ ഇപ്പോൾ ഈ ഒരു സമയത്ത് ഒഴിക്കാം. ഇത് സാലഡിന് ഉണ്ടാക്കിയതാണ്. തൈരും മറ്റേ പച്ചമുളക് പിന്നെ സവാള, കുറച്ച് മല്ലിയിലയും കൂടി മീൻ പൊടിക്ക് ചേർക്കാം. കാര്യം നമുക്ക് ബിരിയാണി കഴിക്കുമ്പോൾ സാലഡ് ഇല്ലാതെ ആലോചിക്കാൻ പറ്റത്തില്ല അല്ലേ? അതെ, മുട്ടയും പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ പെർഫെക്റ്റായി അല്ലേ? ചിക്കൻ്റെ ആയിക്കൊണ്ടിരിക്കുന്നു. പകുതി വേവ് മതി. കാര്യം നമ്മൾ റൈസും കൂടി ഇട്ടിട്ട് ഒരു വിസിൽ അടിക്കുന്നുണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് പകുതി വേവ് ആവട്ടെ. എന്നിട്ട് നമുക്ക് റൈസ് ഇടാം. എന്താകും എന്നുള്ളത് നമുക്ക് ഫൈനലായിട്ട് കാണാം. കാര്യം കുക്കർ ബിരിയാണിയാണല്ലോ. ഞാൻ ഇങ്ങനെ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് ചെറിയൊരു അരി കഴുകി മറ്റേ ഊറ്റി ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞാൻ കുറച്ച് വെള്ളം, അതായത് കുറച്ച് വെള്ളം ഞാനിവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതായത് ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ റൈസിൽ സാധാരണ അങ്ങനെ ചെയ്യാറ്. വെള്ളത്തിൽ കുറച്ചും കൂടി ഉപ്പ് കൂടുതലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് റൈസിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് തിളവാനുണ്ട്. ചിക്കൻ കറിയായി പോയത് ബിരിയാണിയാണോ ചിക്കൻ കറിയാണോ? അല്ല, അത് നമ്മൾ റൈസ് ഇടുമ്പോൾ ശരിയായിക്കോളും, അല്ലെങ്കിൽ അടി പിടിക്കും. ഇനി നമ്മളില്ലേ ഇവിടെ ഉള്ളി വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. തൈര് നമ്മളിടാൻ മറന്നുപോയി. എന്നിട്ട് കുറച്ച് മുമ്പ് ഇട്ടായിരുന്നു ഗൈസ്. അപ്പോൾ നിങ്ങൾ മസാലയൊക്കെ ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്കും മറ്റേ പൊടികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ചേർക്കുമ്പോഴത്തേക്ക് തൈരിടാൻ മറക്കരുത്. ഞാൻ മറന്നു പോയായിരുന്നു.
ലാസ്റ്റാണ് ചേർത്തത്. പിന്നെ ഈ ഒരു ഉള്ളി വറുത്ത് വെച്ചേക്കുന്ന ഉള്ളിയല്ല സവാള വറുത്ത് വെച്ചേക്കുന്നത്. ഇത് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം കേട്ടോ. റൈസ് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. ഓ ഗൈസ്, എൻ്റെ കുക്കർ ബിരിയാണിയുടെ കാര്യം ഓർത്തിട്ട് ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആണ്. പക്ഷെ ഇത് ഇങ്ങനെ എളുപ്പമാണ് കേട്ടോ. റെഡിയായി വന്നു കഴിഞ്ഞാൽ എളുപ്പമാണ്. നമ്മൾ മറ്റേ ബിരിയാണി ഉണ്ടാക്കുന്ന പോലെ മെനക്കെട്ട് ആദ്യം ചിക്കൻ വറുത്ത് അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. എല്ലാം അങ്ങ് കുക്കറിലിട്ട് സെറ്റ് ചെയ്യാം. അതെ, അതിപ്പോൾ നമുക്ക് ലാസ്റ്റ് ഫൈനൽ റിസൾട്ടിൽ അറിയാം കേട്ടോ. ഓക്കെ, ഇനി ഈ റൈസ് ജസ്റ്റ് നമുക്ക് ഇളക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നിരത്തി കൊടുക്കാം, ഒന്ന് ലെവലാക്കി കൊടുക്കാം. ലെവലാക്കി സെറ്റ് ചെയ്യാം. ഇത് നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഉപ്പിട്ട വെള്ളമാണ്. അപ്പോൾ ഉപ്പ് നമുക്ക് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. കാര്യം അധികം ഉപ്പ് കുറഞ്ഞു പോയാൽ പിന്നെ റൈസിനൊന്നും ഉപ്പുണ്ടാവില്ല. ഉപ്പ് ഇങ്ങനെ മീൻസ് മേലിട്ട് നിൽക്കണം. നമുക്ക് ഇട്ട് കൊടുക്കാം. കുറേ കഴിക്കണം. ഞാനിപ്പോൾ ഇത് അളവിനനുസരിച്ചിട്ടാണ് എടുത്തേക്കുന്നത്. അതായത് ഞാനിവിടെ 3 ഗ്ലാസ് എടുത്തായിരുന്നു. 2 ഗ്ലാസ് മാറ്റിയിട്ട് 3 ഗ്ലാസ് എടുത്തായിരുന്നു. അപ്പോൾ ഒരു 3 ഗ്ലാസ് വെള്ളം തന്നെയാണ് ഞാൻ ഓൾറെഡി എടുത്തേക്കുന്നത്. സാധാരണ നമ്മൾ മറ്റേ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമാണ്. ഇത് ഓൾറെഡി ചിക്കൻ്റെ ഗ്രേവി താഴെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കറക്റ്റ് ആ 3 ഗ്ലാസ് വെള്ളം തന്നെ മതി. എന്നിട്ട് നമുക്ക് ഇത് ഒന്നും ചെയ്യരുത്, ഇങ്ങനെ തന്നെ വെക്കാം. എന്നിട്ട് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി ഇളക്കരുത് കേട്ടോ, മല്ലിയില ഇടാം. മല്ലിയില ഇടാം. എന്നിട്ട് ഈ ഉള്ളിയും കൂടി വറുത്തത് നമുക്ക് ജസ്റ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ ഈ സമയത്ത് മറ്റേ നമ്മുടെ കാഷ്നട്ടും മറ്റേ മുന്തിരിയൊക്കെ ഇടാം. ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് നോക്കാം. നമ്മുടെ കുക്കർ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. വലിയ കുഴപ്പമില്ല എന്ന് തോന്നുന്നു കണ്ടിട്ട്. കണ്ടിട്ട് എനിക്ക് മറ്റേ നമ്മുടെ തമിഴ്നാടൻ സ്റ്റൈലില്ലേ അതേപോലെ ഉണ്ട് കാണാൻ. അപ്പൊ നമ്മളിത് ചെറുതായിട്ട് ഇല്ല, അതാ നമ്മള് നേരത്തെ വഴറ്റിയപ്പോ ജസ്റ്റ് ഒരു ഇതുണ്ടായിരുന്നു, അതേ ഉള്ളൂ. ഞാൻ കരിഞ്ഞു പോയോ എന്ന് നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. പിന്നെ കുക്കറിലാണല്ലോ കൈ. അപ്പൊ കുക്കറിലാവുമ്പോ നിങ്ങൾ മറ്റേ ദം ബിരിയാണിയുടെ ആ ഒരു ടെക്സ്ചർ ഒന്നും പ്രതീക്ഷിക്കരുത്. കാര്യം കുക്കറിലാവുമ്പോ അറിയാലോ, നമുക്ക് ഇങ്ങനെ കുറച്ചൊന്നും കുഴങ്ങിയിരിക്കും. മണമൊക്കെ ഉണ്ട് നല്ലപോലെ. അപ്പോ നമ്മുടെ കുക്കർ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടേസ്റ്റ് നോക്കാം കേട്ടോ.